ജാസ്മിൻ എന്ന ഫീനിക്സ് പക്ഷി. ബിഗ് ബോസ് ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റൽ ഷോയാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളെ ഒരു വ്യക്തി എങ്ങനെ അതിജീവിക്കുന്നു എന്നുകൂടി പരീക്ഷപ്പെടുന്ന ഒരു സർവൈവൽ ഗെയിം ഷോ. ലോകത്തിൻ കഥയറിയാതെ, നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു 100 ദിനങ്ങൾ വാഴുമ്പോൾ ആളുന്നവരാരാരോ, വീഴുന്നവരാരാരോ, ഏകാന്തത താണ്ടി ജയിക്കാൻ ആരാരോ എന്ന ബിഗ് ബോസ് തീം സോങ്ങിൽ തന്നെയുണ്ട് ആ സർവൈവൽ ഗെയിം ഉയർത്തുന്ന വെല്ലുവിളികൾ. അതിനാൽ തന്നെ ഇതുവരെ ബിഗ് ബോസ് മലയാളം കണ്ട ഏറ്റവും മികച്ച സർവൈവർ ജാസ്മിനാണ്. പലയിടത്തും ചുവടുകൾ പിഴച്ചുപോയ, ഇത്രയും സൈബർ അറ്റാക്ക് നേരിട്ട, വ്യക്തിത്വവും ധാർമ്മികതയും വരെ ചോദ്യം ചെയ്യപ്പെട്ട മറ്റൊരു മത്സരാർത്ഥിയും 6 ബിഗ് ബോസ് സീസണുകളുടെയും ചരിത്രത്തിൽ വേറെ കാണില്ല. എന്നിട്ടും തൻ്റെ പരാജയങ്ങളിൽ നിന്നും ജാസ്മിൻ തിരിച്ചുകയറി. ഒരിക്കൽ തന്നെ വിമർശിച്ചവരെ പോലും തൻ്റെ ഫാൻസ് ആക്കുന്ന മാജിക്കാണ് ജാസ്മിൻ എന്ന മത്സരാർത്ഥി ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. അവിടെയുള്ള പല മത്സരാർത്ഥികളെക്കാളും പ്രായം കൊണ്ട് ഇളയതാണ് ജാസ്മിൻ. 23-ാം വയസ്സിൽ ആ പെൺകുട്ടി കാണിക്കുന്ന ചെറുത്തുനിൽപ്പും അതിജീവനവും മധ്യവയസ്സിൽ നിൽക്കുന്ന മനുഷ്യർക്ക് പോലും സാധ്യമാവണമെന്നില്ല. പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന നല്ല കുട്ടി ഇമേജുള്ള ഒരു പെർഫെക്റ്റ് ഹ്യൂമനോ മാതൃകാപരമായ മത്സരാർത്ഥിയോ ഒന്നുമല്ല ജാസ്മിൻ. അടക്കവും ഒതുക്കവുമുള്ള മലയാളി പെൺകുട്ടി എന്ന മോൾഡിൽ വാർത്തെടുക്കപ്പെട്ട ഒരാളുമല്ല. ഏറെ തെറ്റുകൾ പറ്റിയിട്ടുള്ള, അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ജാസ്മിൻ. സ്വയം തിരുത്താൻ മനസ്സുള്ള മത്സരാർത്ഥി. റാങ്കിംഗ് ടാസ്കിൽ 5-ാം സ്ഥാനം ഏറ്റെടുത്ത് ജാസ്മിൻ പറഞ്ഞ വാക്കുകൾ അതിനുദാഹരണമാണ്. 1-ാം സ്ഥാനത്തേക്ക് ഞാൻ വന്നിട്ടില്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഓരോ പടികളായി ചവിട്ട് കയറി 1-ാം സ്ഥാനത്ത് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് പറ്റിപ്പോയ കുറേ തെറ്റുകളുണ്ട്. എൻ്റെ തെറ്റുകൾ തിരുത്തി ഞാൻ കയറി വരും. പലരും ഇമേജ് കോൺഷ്യസായി ഗെയിം കളിച്ചപ്പോൾ ജാസ്മിൻ ഇമേജിനെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ കളിച്ചൊരാളാണ്. തൻ്റെ ഉള്ളിലെ തൻ്റെ പ്ലസും നെഗറ്റീവും മനസ്സിലാക്കിയെടുത്തു. വീഴ്ചകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ജാസ്മിൻ ഒരർത്ഥത്തിൽ ഒരു ഫീനിക്സ് പക്ഷി തന്നെയാണ്. വീഴാതെ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ഹീറോയിസം, വീഴ്ചകളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നതും ഹീറോയിസമാണെന്ന് ജാസ്മിൻ കാണിച്ചു തരുന്നു. പ്രതികൂല സാഹചര്യങ്ങൾ ജാസ്മിനുള്ളിലെ സഹജവാസനകളെ മിനുക്കിയെടുക്കുകയാണ് ചെയ്തത്. മനുഷ്യത്വവും മാനുഷിക മൂല്യങ്ങളുമുള്ള ഒരാളാണ് ജാസ്മിൻ എന്നത് അന്ധമായ ജാസ്മിൻ വിരോധം മാറ്റിവെച്ച് കാര്യങ്ങളെ നോക്കിക്കണ്ടാൽ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആരോടും തന്നെ വ്യക്തിവൈരാഗ്യം വെച്ച് പെരുമാറുന്നില്ല ജാസ്മിൻ. നിരന്തരം വിമർശിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തവരോട് പോലും ക്ഷമിക്കാനും അവരുടെ പ്രശ്നങ്ങളിൽ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് ജാസ്മിൻ കാണിച്ചിട്ടുണ്ട്. ടാസ്കിനപ്പുറം നീളുന്ന വാശിയോ വ്യക്തിവൈരാഗ്യമോ ജാസ്മിൻ കൂടെ കൊണ്ടു നടക്കുന്നില്ല. ഷോയുടെ പകുതിയോളം നെഗറ്റീവ് കമൻറ്റുകളും വിമർശനങ്ങളും കേൾക്കേണ്ടി വന്നൊരാൾ വീഴ്ചകളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കരുത്തോടെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ബിഗ് ബോസ് അന്തിമഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പ്രേക്ഷകർക്ക് ലഭിക്കുന്ന ആവേശം പകരുന്ന കാഴ്ചകളിലൊന്ന്. പണമെറിഞ്ഞു കളിക്കുന്നവർക്കും PR ഏജൻസികൾക്കുമൊക്കെ അന്തിമ വിധിയെ സ്വാധീനിക്കാനാവുന്ന ഇത്തരമൊരു ഗെയിം ഷോയിൽ ജാസ്മിൻ കപ്പടിക്കുമോ ഇല്ലയോ എന്നതൊക്കെ സെക്കൻഡറിയായ കാര്യങ്ങളാണ്. എന്നാൽ ഇമേജ് ഭയമില്ലാതെ റിയലായി നിന്നും പൊരുതിയും പ്രേക്ഷകരെ രസിപ്പിച്ചുമൊക്കെ ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഇടം പിടിക്കുക തന്നെ ചെയ്യും. തീർച്ച.